ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ വാഹനവുമായിട്ട് ചെറിയൊരു റോഡിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് മുന്നിലായിട്ടിട്ട് വാഹനം തിരിക്കാം. ഞാനിപ്പോൾ വാഹനവുമായിട്ട് ചെറിയൊരു ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോയെ നിസ്സാരമായി കാണരുത്. കാരണം നിങ്ങൾ വാഹനമൊക്കെ ഓടിച്ച് പഠിച്ച് ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. ഹായ് ഫ്രണ്ട്സ്, ഒരു വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന അവസരങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡ്രൈവർമാർ പെട്ടെന്ന് വണ്ടി തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വരുന്ന റോഡിലിട്ട് വളരെ വേഗത്തിൽ വാഹനം തിരിച്ചെടുത്ത് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു വാഹനം ഓടിക്കുന്ന ഒരു ബിഗിനറും ഈ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് 3 പോയിന്റ് ടേണിനെ കുറിച്ചാണ്. അതായത് നമുക്ക് ഒത്തിരി തിരക്കില്ലാത്ത ഒരു റോഡിൽ വാഹനം വളരെ വേഗത്തിൽ തിരിച്ചെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് 3 സ്റ്റെപ്പ് അനുസരിച്ച് ഒരു വാഹനം വളരെ വേഗത്തിൽ തിരിച്ചെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാനിപ്പോൾ വാഹനവുമായിട്ട് ചെറിയൊരു ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോയെ നിസ്സാരമായി കാണരുത്. കാരണം നിങ്ങൾ വാഹനമൊക്കെ ഓടിച്ച് പഠിച്ച് ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ റോഡിലിട്ട് വാഹനം തിരിക്കേണ്ടി വരും. കാരണം നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ വരുന്നു, വാഹനം തിരിക്കാനായിട്ട് സ്പേസുകൾ കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു റോഡിലിട്ട് 3 പോയിന്റ് ടേൺ എടുത്ത് നിങ്ങൾ വാഹനം തിരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണ് വാഹനം തിരിക്കേണ്ടത് എന്നുള്ളതാണ് വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത്. അതിൻ്റെ ഒരു സാമ്പിൾ മെത്തേഡ് ഞാൻ ഈ ഗ്രൗണ്ടിൽ കാണിച്ചു തന്നതിന് ശേഷം മെയിൻ റോഡിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് അത് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഈ കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകാനായിട്ട് ഞാൻ ഫുഡ് പെഡലിൻ്റെ മൂവ്മെൻറ്റ്സും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതനുസരിച്ച് നിങ്ങൾ ഫുഡ് പെഡലിൻ്റെ കൺട്രോളിംഗ് കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഞാനൊന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് പറഞ്ഞു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മളൊരു വാഹനവുമായിട്ട് എപ്പോഴും വരുന്നത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വാഹനം തിരിക്കുന്ന സിറ്റുവേഷനിൽ തിരിഞ്ഞ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ വാഹനം കയറണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്, നിങ്ങൾ ലെഫ്റ്റ് സൈഡ് വരുന്ന സാഹചര്യത്തിൽ പൂർണ്ണമായിട്ട് നിങ്ങളുടെ സ്റ്റിയറിംഗ് ഇത്തരത്തിൽ വലത്തെ സൈഡിലേക്ക് തിരിച്ച് റോഡിൻ്റെ വലത്തെ ഭാഗത്തേക്ക് കയറുന്ന അവസരങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു റോഡാണെങ്കിൽ ഇവിടുന്ന് നമ്മുടെ വാഹനം തിരിഞ്ഞ് റോഡിൻ്റെ എൻഡ് വരെ പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഇങ്ങനെ വാഹനം വരുന്നു, ഏകദേശം റോഡിൻ്റെ സെൻറ്റർ വരെ നിങ്ങളുടെ വാഹനം വരിക, അതായത് തിരിഞ്ഞു വരിക. തിരിഞ്ഞു വന്നു കഴിഞ്ഞാലുള്ള ഒരു ഗുണം, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വാഹനം ഇടത്ത് ചേർന്ന് വന്നു കഴിഞ്ഞാൽ ആ ഒരു വണ്ടി ഈ ഒരു രീതിയിൽ പോകാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ റോഡിൻ്റെ സെൻറ്ററിൽ വന്നതിന് ശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ഗിയർ കൊടുത്ത് നിങ്ങളുടെ വാഹനം ഏകദേശം ബാക്കിലേക്ക് വരിക. അതായത് ഇടത്തെ സൈഡിലുള്ള റോഡിൻ്റെ ബാക്കിലേക്ക് വരുന്നു. ബാക്കിലേക്ക് വന്നതിന് ശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ കൊടുത്ത് വീണ്ടും നിങ്ങൾ ഇങ്ങനെ തിരിച്ചെടുക്കുന്ന അവസരങ്ങളിൽ 3ാമത്തെ സ്റ്റെപ്പിന് നിങ്ങളുടെ വാഹനം തിരിയുന്ന റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കരുതുന്നു. ഇനി ഞാൻ തിരിക്കുന്ന വിധം കാണിക്കാം. നിങ്ങൾ ഫുഡ് പെഡൽ കൺട്രോൾ ചെയ്യുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓൾറെഡി വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്, ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മുന്നോട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ടയർ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുകയാണ്. ഇവിടുന്ന് ഞാനിത് വാഹനം മുന്നോട്ടെടുക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പൂർണ്ണമായിട്ടും സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ വലത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുത്ത് ഏകദേശം നിങ്ങൾ തിരിയുന്ന റോഡിൻ്റെ സെൻറ്റർ വരിക, അതായത് റോഡിൻ്റെ എൻഡ് പോകരുത്, സെൻറ്റർ വരിക. അതിനുശേഷം വളരെ ക്വിക്കായിട്ട് തന്നെ റിവേഴ്സ് ഗിയർ കൊടുക്കുക. സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടിയുടെ ബാക്ക് കുറച്ച് ആ ഒരു സൈഡിലേക്ക് പോകത്തുള്ളൂ. ആ ഒരു സമയത്ത് നമ്മളുടെ വാഹനത്തിന് മുൻവശം ഇങ്ങനെ വരും. നിങ്ങൾ നോക്കിക്കേ, ഇടത്തെ സൈഡിലേക്ക് പോകുന്നു, ഇങ്ങനെ റോഡിൻ്റെ എൻഡ് വരിക. നമ്മൾ തിരിയുന്ന ഇങ്ങനെ റോഡിൻ്റെ എൻഡ് വരുന്നു. വീണ്ടും നിങ്ങൾ ക്വിക്കായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും വലത്തെ സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് 3ാമത്തെ സ്റ്റെപ്പിനെതിരെ നിങ്ങളുടെ വാഹനം ഈ ഒരു രീതിയിൽ തിരിഞ്ഞു കിട്ടും. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പൂർണ്ണമായിട്ട് നിങ്ങൾ തിരിയുന്ന റോഡിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ വലത്തോട്ടാണെങ്കിൽ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഒടിച്ചു കൊടുക്കുക. അതിനുശേഷം റിവേഴ്സ് എടുക്കുന്ന അവസരങ്ങളിലും ഇടത്തോട്ട് സ്റ്റിയറിംഗ് ഒടിച്ചു കൊടുക്കുക. ഒപ്പം നിങ്ങൾ ഗിയർ സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക, വാഹനം മുന്നോട്ടെടുക്കാനായിട്ട്. സെക്കൻഡോ തേർഡോ കൊടുക്കരുത്. അതോടൊപ്പം തന്നെ റിവേഴ്സ് എടുക്കുന്ന അവസരങ്ങളിൽ പ്രോപ്പറായിട്ട് റിവേഴ്സ് ഗിയർ കൊടുത്ത് തന്നെ വാഹനം ബാക്കിലേക്ക് എടുക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ വാഹനവുമായിട്ട് ചെറിയ റോഡിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് മുന്നിലായിട്ടിട്ട് വാഹനം തിരിക്കാം. ഇങ്ങനെ 3 പോയിന്റ് ടേൺ എടുത്ത് നമ്മൾ വാഹനം തിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വണ്ടി ഓഫായി പോകാൻ പാടില്ല. അപ്പോൾ ഓഫ് ആകാതിരിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഞാനിത് ബ്രേക്ക് കാല് വെക്കുന്നു. ഓൾറെഡി വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്, ന്യൂട്രൽ ഗിയറിലാണ് കിടക്കുന്നത്. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇനി വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ക്ലച്ച് നയിച്ച്
പതുക്കെ കാലയച്ചിട്ട് ഹാഫ് ക്ലച്ച് അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക. അതായത് വണ്ടി മുന്നോട്ട് നീങ്ങുന്ന ആദ്യത്തെ ആ ക്ലച്ചിൻ്റെ പൊസിഷൻ മനസ്സിലാക്കുക. ഇപ്പോൾ ഏകദേശം ആ ഒരു ബൈറ്റിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ ക്ലച്ച് എന്ന് അയച്ച വണ്ടി മുന്നോട്ട് നീങ്ങും. ഈ ബൈറ്റിംഗ് പോയിന്റ് മനസ്സിലാക്കിയതിന് ശേഷം ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. ആ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് ക്ലച്ച് എന്ന് കാലയക്കുക. അപ്പോൾ നമുക്ക് വാഹനം ഓഫ് ആകാതെ വളരെ വേഗത്തിൽ മുന്നോട്ട് എടുക്കാം. നിങ്ങൾ നോക്കിക്കുക, ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് കാലയക്കുന്നു, ഒപ്പം ഞാനിത് ആക്സിലറേറ്റർ കൊടുക്കുന്നു. ക്യുക്കായിട്ട് വാഹനം മുന്നോട്ട് എടുക്കാം. പെട്ടെന്ന് വണ്ടി നിർത്താനായിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടുക. ആദ്യം ക്ലച്ച് ചവിട്ടുക, അതിനുശേഷം ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തുക. ഇനി വാഹനം റിവേഴ്സ് എടുക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇവിടെ വാഹനം ഒന്ന് തിരിച്ചു നോക്കാം. ഓക്കെ, ഇനി തിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ക്യുക്കായിട്ട് തിരിക്കണം. കാരണം ഓപ്പോസിറ്റ് മറ്റ് വാഹനങ്ങൾ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ഓക്കെ, ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മുന്നോട്ട് എടുക്കുന്നു. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും തിരക്കുള്ള റോഡിലല്ല ഇത് ചെയ്യേണ്ടത്. അത് അപകടം വിളിച്ചു വരുത്തും. തിരക്കില്ലാത്ത റോഡായിരിക്കണം. ഓപ്പോസിറ്റ് മറ്റ് വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി തിരക്കുള്ള മെയിൻ റോഡാണെങ്കിൽ നിങ്ങൾ വാഹനവുമായിട്ട് മുന്നോട്ട് തന്നെ പോവുക. മുന്നോട്ട് പോയി നിങ്ങൾക്ക് അതിനുള്ള സ്പേസ് കണ്ടെത്തി തിരിക്കുക. ഇനി തിരക്കില്ലാത്ത റോഡാണ്, നമുക്ക് മറ്റ് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാവുള്ളൂ. ഇത് നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുക. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, വലത്തെ സൈഡിലേക്ക് ഇത് ഒടിച്ചു കൊടുത്ത് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്നു. പെട്ടെന്ന് തന്നെ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. വീണ്ടും സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നു. വണ്ടിയുടെ ബാക്ക് ഇത് റോഡിൻ്റെ ഇടത്തെ സൈഡിലേക്ക് വരുന്നു. വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുത്തപ്പോൾ തിരിയുന്ന റോഡിൻ്റെ ഇടത്തെ സൈഡിലേക്ക് നമ്മുടെ വാഹനം വന്നു. നിങ്ങൾ നോക്കിക്കേ, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് വേണം നിങ്ങൾ വാഹനം തിരിക്കാൻ. ഒന്നും കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. നമുക്ക് ഇവിടെ ഒന്നും കൂടെ തിരിച്ചു നോക്കാം. ഞാനിത് വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണ്. ലെഫ്റ്റ് സൈഡിൽ വന്നതിന് ശേഷം വീണ്ടും ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. റോഡിൻ്റെ വലത്തെ സൈഡിലേക്ക് നമ്മൾ വളരെ വേഗത്തിൽ വരുന്നു. ഇതേ വന്നു. അതിനുശേഷം റിവേഴ്സ് ഗിയർ സ്പീഡിൽ കൊടുക്കുന്നു. ശേഷം ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് കണ്ടെത്തി വാഹനം ബാക്കിലേക്ക് എടുക്കുകയാണ്. വീണ്ടും ചവിട്ടി നിർത്തുന്നു. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക, സ്പീഡിൽ സ്റ്റിയറിംഗ് നമ്മൾ വലത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുത്ത് ഇത് വാഹനം ആ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് മനസ്സിലാക്കി ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്തത് തിരിഞ്ഞ റോഡിൻ്റെ ഇടത്തെ സൈഡിലേക്ക് വന്നു. തീർച്ചയായിട്ടും വാഹനം ഓടിക്കുന്ന തുടക്കക്കാർ ഇത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മെയിൻ റോഡിൽ പോയി ചെയ്യരുത്. അപ്പോൾ ഒരു വാഹനം 3 പോയിന്റ് ടേൺ എടുത്ത് എങ്ങനെ തിരിക്കാമെന്നുള്ളതാണ് വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയിൻ റോഡിൽ ഒരു കാരണവശാലും ഇത് നിങ്ങൾ ചെയ്യരുത്. ഇത് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ഒരു വാഹനമായിട്ട് പോകുന്ന സിറ്റുവേഷൻ, ചെറിയ വില്ലേജ് റോഡുകളിൽ ഓപ്പോസിറ്റ് മറ്റ് വാഹനങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം ഈ കാര്യം നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ തീർച്ചയായിട്ടും വാഹനം ഓടിക്കുന്ന തുടക്കക്കാർക്ക് ഗുണമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. എല്ലാ വീഡിയോകളും വളരെയധികം എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോകളാണ്. നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.